നമസ്കാരം. ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഭഗവാൻ മഹാദേവൻ്റെ മഹിമയെ തെളിയിക്കുന്ന അത്ഭുതമായ പഞ്ചഭൂതലിംഗങ്ങളെക്കുറിച്ചറിയാം. പ്രപഞ്ചത്തിലെ ജീവൻ മുഴുവൻ നിലനിൽക്കുന്നത് 5 ഘടകങ്ങളാലാണ്: ഭൂമി, ജലം, തീ, വായു, ആകാശം. ശിവൻ്റെ മഹിമയാണ് ഈ 5 ഘടകങ്ങളും. ദക്ഷിണേന്ത്യയിലെ 5 വിശിഷ്ടമായ ശിവക്ഷേത്രങ്ങളാണ് ഇതിൻ്റെ പ്രതീകം. ആദ്യമായി ഭൂമിയെ പ്രതിനിധീകരിക്കുന്ന പൃഥ്വിലിംഗം കാണപ്പെടുന്നത് കാഞ്ചീപുരത്തിലെ ഏകാംബരേശ്വര ക്ഷേത്രത്തിലാണ്. ഇവിടെ അനശ്വരമായ ഭൂമിതത്വം ആരാധിക്കപ്പെടുന്നു. സ്ഥിരത, ശക്തി, സഹിഷ്ണുത ഭൂമിയുടെ ഗുണങ്ങളാണ്. ഭക്തർ വിശ്വസിക്കുന്നത് ഇവിടെ സന്ദർശിക്കുന്നവർക്ക് ജീവിതത്തിൽ സ്ഥിരതയും ആത്മവിശ്വാസവും ലഭിക്കുന്നു എന്നാണ്. അടുത്തതായി തഞ്ചാവൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ജംബുകേശ്വര ക്ഷേത്രം ജലലിംഗത്തിൻ്റെ പ്രതീകമാണ്. അവിടെ ശിവലിംഗത്തിനുള്ളിൽ എന്നും ജലം നിറഞ്ഞു നിൽക്കും. അതൊരിക്കലും ഉണങ്ങുകയില്ല. ജീവൻ്റെ ഉറവിടമായ ജലം കരുണയും കരുതലും പ്രതിനിധീകരിക്കുന്നു. ഭക്തർക്ക് ശാന്തിയും മനസ്സിന് കുളിർമയും ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. അടുത്തതായി തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ സ്ഥിതി ചെയ്യുന്ന അരുണാചലേശ്വര ക്ഷേത്രം അഗ്നിലിംഗത്തിൻ്റെ പ്രതീകമാണ്. ഇവിടെ കാർത്തിക മാസത്തിൽ നടക്കുന്ന ദീപോത്സവം വളരെ പ്രശസ്തമാണ്. ശിവൻ്റെ ജ്ഞാനപ്രകാശം ലോകത്തെ പ്രകാശിപ്പിക്കുന്നു. ഭക്തർ വിശ്വസിക്കുന്നത് മഹാദേവനെ ഇവിടെ ആരാധിക്കുന്നത് വഴി അജ്ഞാനം നീക്കി ആത്മീയ ജ്ഞാനം നൽകുന്നു എന്നാണ്. അടുത്തതായി ആന്ധ്രാപ്രദേശിലെ കാളഹസ്തിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകാളഹസ്തീശ്വര ക്ഷേത്രം വായുലിംഗത്തിൻ്റെ പ്രതീകമാണ്. വായുവില്ലാതെ ജീവൻ നിലനിൽക്കുന്നില്ല. ഈ ക്ഷേത്രത്തിലെ ദീപങ്ങൾ പോലും പ്രകൃതിവാതിലില്ലാതെ സ്വയം കുലുങ്ങുന്നതായി കാണാം. വായുതത്വത്തിൻ്റെ പ്രതീകമാണിത്. ഇവിടെ ആരാധിക്കുന്നവർക്ക് ദീർഘായുസ്സും രോഗശാന്തിയും ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. അടുത്തതായി ചിദംബരത്തിലെ നടരാജ ക്ഷേത്രം ആകാശലിംഗത്തിൻ്റെ പ്രതീകമാണ്. ഇവിടെ പ്രത്യേകമായി ചിദംബര രഹസ്യം ആരാധിക്കുന്നു. ശൂന്യത അഥവാ ആകാശം. ശൂന്യത്തിലാണല്ലോ സർവവും നിലനിൽക്കുന്നത്. ശിവൻ സർവവ്യാപിയും അതീതനുമാണെന്ന് കാണിക്കുന്ന അത്ഭുതമാണിത്. നടരാജൻ്റെ താണ്ഡവം സൃഷ്ടിയും ലയവും പ്രതിനിധീകരിക്കുന്നു. പഞ്ചഭൂതലിംഗങ്ങൾ സന്ദർശിക്കുന്നത് ഭക്തരെ പ്രകൃതിയോട് അടുത്തു കൊണ്ടുവരികയും ജീവിതത്തിൽ സമത്വവും ആത്മീയ ശക്തിയും നൽകുകയും ചെയ്യുന്നു. കൂടുതൽ ആത്മീയ അറിവിനായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി. വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി.